എൻ്റെ കൂടെയുള്ളത് സ്വാതി സന്തോഷാണ്. സ്വാതിയെ കൈരളി ന്യൂസ് പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമാണ്. ദില്ലിയിലെ വിവിധ വിഷയങ്ങളിലെ റിപ്പോർട്ടിങ്ങിലൂടെ ഏറ്റവും മികവാർന്ന രീതിയിലുള്ള റിപ്പോർട്ടിങ്ങിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ ആളാണ് സ്വാതി സന്തോഷ്. സ്വാതിയുടെ കല്യാണമാണ് ഒക്ടോബർ 26-ന് അല്ലേ? ഒക്ടോബർ 26-ന് കല്യാണമാണ്. അപ്പോൾ കല്യാണക്കത്താണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്, ശ്രദ്ധേയമായിരിക്കുന്നത്. പലസ്തീനോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് ഈ ഒരു കല്യാണക്കത്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്വാതിയുടെ അടുത്ത് തന്നെ അതേക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കാം. സ്വാതി, എങ്ങനെയാണ് ഈ പലസ്തീനോടുള്ള ഒരു ഐക്യദാർഢ്യമായിട്ട് ഇങ്ങനൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ആശയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അത് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിലുണ്ട് ഒന്ന്. അപ്പം അതിലൊക്കെ നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടത്. അപ്പം നമ്മളൊക്കെ സന്തോഷിക്കുന്ന ഘട്ടങ്ങളാണല്ലോ കല്യാണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സന്തോഷ നിമിഷമാണ്. പക്ഷെ അപ്പോൾ പോലും ഈ ഗാസയിലെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ നിരന്തരം അലട്ടുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് മൗനം പാലിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായി അത് എങ്ങനെ നമുക്ക് കാണിക്കാം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സ്വാതിയുടെ മനസ്സ് തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടത് അല്ലേ? അങ്ങനെ കൂട്ടുകാരെല്ലാവരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടയിലാണ് യഥാർത്ഥത്തിൽ ഇതിങ്ങനെ വരുന്നത്. അപ്പം കൂടെ ഉള്ളവരെല്ലാം തന്നെ ഈ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്താണ്. അതെ, ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ നോർമലായി എല്ലാ ദിവസവും രാത്രി കല്യാണ ചർച്ചകൾ വരും. അതിലുപരി രാഷ്ട്രീയ ചർച്ചകളാവും അതിൽ കൂടുതലും വരുന്നത്. അത് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളുടെ ഇടയ്ക്കാണ് ഈ കല്യാണം നമ്മൾ ആലോചിച്ചപ്പോൾ ഈ പലസ്തീൻ വിഷയം കൂടി നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന വരികയും കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് റെയ്സിനോട് ഇത് ആവശ്യപ്പെടുമായിരുന്നു. എടാ, കല്യാണക്കത്തൊന്ന് ഡിസൈൻ ചെയ്യണം, അതിൽ പലസ്തീൻ വിഷയം എങ്ങനെ നിനക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. ബാക്കിയെല്ലാം റെയ്സിൻ്റെ കയ്യിലായിരുന്നു. ഈ തണ്ണിമത്തൻ വരണം, അല്ല പലസ്തീൻ്റെ ഫ്ലാഗുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതൊക്കെ റെയ്സ് കൊണ്ടുവന്ന ഐഡിയ ആണ്. അപ്പോൾ അവനാണ് ഇത് ചെയ്ത് എനിക്ക് അയക്കുന്നത്. പക്ഷെ അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കത്ത്, എന്നാൽ നമുക്കുള്ള ഈ വിഷയങ്ങൾ കാണിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് തോന്നി. സ്വാതിയുടെ ഫിയാൻസെ പ്രതിഷ്ഠിതവരൻ ശ്രീരാജ് മോഹൻ, ശ്രീരാജിന്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണമൊക്കെ? എങ്ങനെയായിരുന്നു? ഈ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ആളിലേക്ക് ഇത് എത്തുന്നത്. ഞാൻ ഈ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ ലെറ്ററായി വരുന്ന സമയത്താണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കാണിച്ചപ്പോൾ ഓക്കെ ആണ്. അദ്ദേഹവും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരന്തരം ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ തന്നെ ഷെയർ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു സമ്മതമാണ്, സന്തോഷമായി അത് കണ്ടപ്പോൾ എന്നുള്ളതാണ് അവിടെ നിന്നുണ്ടായ പ്രതികരണം. സ്വാതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഒരു താല്പര്യം ഉണ്ടാവും. എങ്ങനെയാണ് സ്വാതിയുടെ കൊല്ലത്താണല്ലേ വീട്? കൊല്ലത്ത് എവിടെയാണ്? കൊല്ലത്ത് നെടുവത്തൂരാണ്. നമ്മൾ ഈ വിഷയങ്ങളിലേക്ക് വരുന്നതിനൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ ബാലസംഘത്തിൻ്റെ പ്രവർത്തകയായിരുന്നു പണ്ട് തൊട്ടേ. അതുകൊണ്ടാണ് ഈ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വൈകാരികമായി പോകും പല ഘട്ടങ്ങളിൽ. അങ്ങനെ ബാലസംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ആയിരുന്നു. കുറേ നാൾ സംസ്ഥാന വേനൽത്തുമ്പി പരിശീലകയായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ DYFI ബ്ലോക്ക് കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കൈരളിയിലേക്ക് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ നമ്മുടെ അടിസ്ഥാനപരമായി ഇതിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഈ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ സന്തോഷമാണെങ്കിലും മറ്റുള്ളവർ അനുഭവിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പോൾ കുട്ടിക്കാലം മുതലേ പലസ്തീനോടുള്ളൊരു പിന്തുണയുണ്ട്, ഐക്യദാർഢ്യം ഉണ്ടല്ലേ? അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എത്തിപ്പെട്ടത്. സാധാരണ രീതിയിൽ സ്വാതി ഈ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ പല പ്രധാന രാഷ്ട്രീയ നിലപാടുകളും പല കാര്യങ്ങളൊക്കെ പലരും മറന്നു പോകാറ്. അതെ, എല്ലാ കാലത്തും പലസ്തീനൊപ്പം തന്നെയാണ് നമ്മുടെ. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലും അത്തരത്തിലാണല്ലോ പ്രതികരണങ്ങൾ. അങ്ങനെയാണ് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവർ മറ്റൊരു സ്ഥലത്തുണ്ട്. പക്ഷെ പലസ്തീനുമായിട്ട് ഐക്യപ്പെടുന്നതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പണ്ട് തൊട്ടേ പലസ്തീനു വേണ്ടി ശബ്ദിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതെപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഈ ലെറ്ററൊക്കെ വന്നപ്പോൾ ചിലർ പറയുന്ന പബ്ലിസിറ്റി ആഗ്രഹിച്ചുകൊണ്ട് പറയുന്ന അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടാണ് ഇങ്ങനൊരു ഡിസൈൻ. അല്ല, മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിസിറ്റി ഇത് വേണമല്ലോ, വേണ്ട വിഷയമാണ്. ഇത് പബ്ലിക്കിലേക്ക് പറയുക തന്നെ വേണം. പലസ്തീൻ വിഷയത്തിൽ അത് പറയുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ടാണ് ഈ വിഷയം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ഇങ്ങനൊരു കാർഡാണ് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ വീട്ടിൽ അവതരിപ്പിച്ചോ? എന്തായിരുന്നു അവരുടെ പ്രതികരണം? അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ പ്രതികരണം എങ്ങനെയാണ്? വീട്ടിൽ പൊതുവെ ഈ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ. അങ്ങനെയുള്ള വീടാണ്. അമ്മയും പപ്പയും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. അപ്പം ഞാൻ ഈ വിഷയം നേരത്തെ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ. വീട്ടിൽ കല്യാണത്തിൻ്റെ തിരക്കുകളായിട്ട് അവരോടുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ലെറ്റർ എൻ്റേതായിട്ടൊരു സർപ്രൈസ്, അങ്ങനെ ഒരു സർപ്രൈസ് എന്ന നിലയിൽ ഈ ലെറ്റർ കാണിക്കുന്നത്. അതെല്ലാം ആയി വന്നതിന് ശേഷം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തതിന് പിന്നാലെയാണ് വീട്ടിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ വീട്ടിൽ അമ്മയ്ക്കും പപ്പയ്ക്കും സന്തോഷമായി. അതിനെല്ലാ തല പിന്തുണയും എല്ലാ കാലത്തും കിട്ടും, എല്ലാ വിഷയങ്ങളിലും. അപ്പോൾ ആ ഒരു പിന്തുണ ഇതിലും ഉണ്ടായിട്ടുണ്ട്. സ്വാതി, നമുക്കറിയാം ഈ 2 വർഷത്തിനിടെ തന്നെ 67,000-ത്തിലധികം പലസ്തീനികളെയാണ് ഇസ്രയേൽ കൊന്നൊടുക്കിയത്.
അങ്ങനെ ഇപ്പം സമാധാന ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്ന സമയത്ത് പോലും ഈ ആക്രമണം തുടരുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇസ്രയേൽ പലയിടങ്ങളിലായിട്ട് ഇപ്പോൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂടിയാണ്. പക്ഷേ കുറേ കൂടെ ശക്തിയായി ശബ്ദിക്കേണ്ടതല്ലേ ഇസ്രയേലിനെതിരെ? അതേസമയം തന്നെ പലസ്തീന് പിന്തുണയായിട്ടുള്ള ഐക്യദാർഢ്യം കൂടുതൽ ശക്തിപ്പെടേണ്ടതല്ലേ? അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഒറ്റപ്പെട്ട് നിൽക്കുന്നു. UN വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം UN വേദിയിലൊക്കെ കണ്ടതാണ് ആ കാഴ്ചകൾ. അപ്പം അത് കൂടുതലായിട്ട് ഇസ്രായേലിനെതിരെയായിട്ടുള്ള കാര്യം തുറന്ന് പറയാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പം എത്രയൊക്കെയും ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടും അമേരിക്കയുടെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ പിന്തുണ ലഭിക്കുന്നത് ഇസ്രായേലിന് കൂടുതൽ ഈ വംശഹത്യ അവർ നടത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെയും ഈ വിഷയങ്ങൾ പറയണം എന്നുള്ളതാണ്. കൂടുതൽ പ്രതികരണങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടാകണം. ഈ കുഞ്ഞുങ്ങൾ, സ്ത്രീകളൊക്കെയും വരുന്ന ഈ കാഴ്ചകൾ നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾ വരണം എന്നുള്ളതാണ്. അത് പരസ്യമായി തന്നെ ആ വിഷയങ്ങളിൽ സ്വീകരിക്കണം നിലപാട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സ്വാതി, നമുക്കറിയാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രശസ്ത നടി കനി കുസൃതി ഒരു തണ്ണിമത്തൻ്റെ ഒരു ബാഗായിട്ട് നടന്നു. അത് വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കല്യാണക്കത്തിൻ്റെ ഒരു രൂപത്തിലൊരു കാർഡും ഇങ്ങനൊരു പിന്തുണ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. സ്വാതിക്ക് തന്നെ അങ്ങനെ ഒരു ആശയം രൂപപ്പെടുന്നതിലേക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെയൊരു ഇത് ശ്രദ്ധയപ്പെട്ടിരുന്നോ? സ്വാതിയുടെ ശ്രദ്ധയപ്പെട്ടിരുന്നോ? അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ? ഇതൊന്ന് ഇവിടെ ഇപ്പം കലാകാരന്മാർക്കാണ് കുറച്ചുകൂടി നന്നായി തുറന്നു പറയാൻ കഴിയുന്നത്. അവരുടെ കലയും കൂടി ആ പ്രതിരോധത്തിന്റെ ഭാഗമാക്കുന്നു എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കനി കുസൃതിയുടെ ഒക്കെ എല്ലാം ജനശ്രദ്ധ നേടിയ ഒരു കാര്യമാണല്ലോ. അതിനുശേഷം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ കാസർഗോഡ് ഒരു കുഞ്ഞിന് ആദ്യാക്ഷരം എഴുതിപ്പിച്ചത് ഗസാന്ന് എഴുതിയിട്ടാ. അതെ, അതത്ര വലിയ ശ്രദ്ധയാകർഷിച്ചു. അങ്ങനെയൊക്കെ വരുമ്പം എവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റും അവിടെയൊക്കെ പറയാം. ഇതിപ്പോൾ കല്യാണമായതുകൊണ്ട് എനിക്കത് പറയാൻ പാടില്ല എന്നല്ലല്ലോ. കല്യാണം എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടം മാത്രമാണ്, ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ ഇപ്പം എല്ലാവരും വലിയ സന്തോഷത്തോടെ നിൽക്കുന്ന നിമിഷത്തിലും എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കല്യാണത്തിനാണോണ്ട് എനിക്ക് പറയാൻ പാടില്ല എന്നില്ലല്ലോ. ഞാൻ അത് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ പറയുക. അതിനെ ഞാൻ എൻ്റെ കല്യാണത്തിന് ഉപയോഗിച്ചു. കല്യാണ കത്ത് അങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ഇപ്പോൾ കനി കുസൃതിയെ പോലെ തന്നെ ഒരുപാട് ആക്ടേഴ്സും ഒക്കെ ഈ വിഷയത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പലസ്തീൻ ഐക്യദാർഢ്യം ഒരുപാട് സിനിമാ താരങ്ങൾ പങ്കെടുത്തു, ഗായികമാർ പങ്കെടുത്തു, സിത്താര ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പറയാൻ കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ 18,000 കുട്ടികളുടെ അതിനെതിരെ വലിയ സൈബർ ആക്രമണം വരുന്നുണ്ടെന്നുള്ളത് മറ്റൊരു വശമാണ്. അതെല്ലാ കാലത്തും ഉണ്ടാകും. അത് നമ്മൾ പ്രതിരോധിക്കുക, ഇങ്ങനെ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവുക. ഇപ്പോൾ സൈബർ ആക്രമണം എന്ന് സ്വാതി പറഞ്ഞല്ലോ. ഇപ്പോൾ അത് വെച്ചിട്ട് തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ പലസ്തീനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് നിങ്ങളൊക്കെ ഹമാസിന്റെ കുഞ്ഞുങ്ങളാണ്, നിങ്ങളുടെ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ തന്നെ ഹമാസുകാരാണ്, ഹമാസ് തീവ്രവാദികളാന്ന് പറഞ്ഞിട്ട് അടച്ചാക്ഷേപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് നമുക്കറിയാം, ചരിത്രമൊക്കെ വെച്ച് നോക്കിയാൽ പലസ്തീനിന്റെ ഭൂമി കയ്യേറിയവരാണ് ഇസ്രായേൽ. അങ്ങനെ അവരെ അധിനിവേശം നടത്തി അവരെ പാടെ കൊന്നൊടുക്കി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ തുറന്നു പറയുന്നവരൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. ഹമാസ് ഒരു തീവ്രവാദ സംഘടന അല്ല എന്ന് നമുക്കറിയാം. UN ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും, അമേരിക്കയുടെ അടക്കം സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ രീതിയിലൊരു സൈബർ ആക്രമണം നടക്കുന്നത്? എല്ലാ കാലത്തും ഇങ്ങനെ സത്യം പറയുന്ന സമയങ്ങളിൽ ഇത് ഉണ്ടാകാറുണ്ട്. ഇതുണ്ടാക്കുന്നത് അതല്ലെങ്കിൽ ഇത് ഏത് ഹാൻഡിൽ നിന്നാണ് വരുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതൊക്കെ മിക്കപ്പോഴും അത് രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരേണ്ട കാര്യമാണ്. BJP ഹാൻഡിലുകൾ, സംഘപരിവാർ ഹാൻഡിലുകൾ സ്ഥിരമായി ഇത്തരം വിഷയങ്ങളെ സൈബർ അറ്റാക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വിഷയങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കാറില്ല, ഒരു ഘട്ടത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളത്. കൂട്ടത്തിൽ കാസയുടെ ആളുകളുണ്ട്. അതെ. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ഇതൊക്കെ ചർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ, സൈബർ അറ്റാക്കുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട്. അതിന് പേടിച്ചുകൊണ്ട് നമുക്കൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അതൊക്കെ ഒരു വശത്ത് നടക്കും. അതിന് പോലീസ് നടപടി എടുക്കാനുള്ള സാധ്യത, അങ്ങനെ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ നമുക്ക് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായാലും നമ്മളൊന്നും പറയാതിരിക്കരുത്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞു മാറുമല്ലോ. ചിലപ്പോൾ സ്വാതിക്കെതിരെ എനിക്കെതിരെ ഒക്കെ തന്നെ സൈബർ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ വീഡിയോക്ക് താഴെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ചെയ്തോട്ടെ എന്നുള്ളതാ പറയുന്നത്. അവരെ നമുക്ക് അറിയാലോ, സംഘപരിവാർ ഈ വിഷയത്തിൽ എടുക്കുന്ന മനോഭാവം, അവരുടെ നിലപാടുണ്ട്. അതിൽ നിന്ന് ഒരു മാറ്റം വരത്തില്ല. അതിന് നിശബ്ദ മൗനം കോൺഗ്രസ് അടക്കം ഈ വിഷയത്തിൽ കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ സൈബർ അറ്റാക്കുകൾ സ്ഥിരമായി ഉണ്ടാകും. എന്നാലും ഗാസയെ പറ്റി അല്ലെങ്കിൽ ഹമാസിന്റെ കുഞ്ഞുങ്ങളാണെന്നൊക്കെ അവർ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വർഷങ്ങളായി നടക്കുന്ന അധിനിവേശം അല്ലെങ്കിൽ ഒരു വംശഹത്യ, സംഘർഷമായിട്ട് നമുക്കിതിനെ കാണാനേ പറ്റില്ല. ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ എല്ലാ തലങ്ങളിലും നമ്മൾ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യും. സൈബർ ആക്രമണം ഒന്നും ഒരു പ്രശ്നമേ അല്ല. സ്വാതി, നമുക്കറിയാം 1 നൂറ്റാണ്ടിലേറെയാണ് ഇസ്രായേൽ പലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് പ്രത്യാക്രമണം നടക്കുന്നത്.
ഇത്രയും ഒരു നൂറ്റാണ്ടിലേറെ കാലം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ ഇതേ ആളുകൾ പറയുന്നത് ഈ ഒക്ടോബർ 7 പലസ്തീന്റെ ദുരിതത്തിന് കാരണം എന്നൊക്കെയാണ് പറയുന്നത്. തീർത്തും മനുഷ്യത്വ വിരുദ്ധമല്ലേ അങ്ങനത്തെ ഒരു വാചകങ്ങളൊക്കെ? എങ്ങനെ കാണുന്നു? ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഞാൻ ആലോചിക്കുന്നത്, ഈ പലസ്തീന്റെ അംബാസിഡർ ഇവിടെ വന്നിരുന്നു, ഇടയ്ക്ക് വന്നു. അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ ഒരു പരിപാടിക്കിടെ. അപ്പൊ അദ്ദേഹം ഈ വിഷയത്തെ പറയുന്നുണ്ട്. ഒക്ടോബർ 7 നടന്നിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഈ പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തെ ഇപ്പൊ നോക്കിക്കാണുന്നത്. പക്ഷെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. വർഷങ്ങളായി പലസ്തീൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമമാണ്. അതൊരിക്കലും ഒക്ടോബർ 7 പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണത്തിൽ ഉണ്ടായതല്ല. വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായതാണ്. അപ്പോൾ അതിനെയൊക്കെ ആ രീതിക്ക് ന്യായീകരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടത്തരമാണ് എന്നുള്ളത് മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആളുകൾ ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. തെറ്റിദ്ധരിപ്പിക്കാന്നുള്ള പ്രൊപ്പഗാൻഡയുടെ ഭാഗം കൂടി അങ്ങനെ നടത്തുന്നുണ്ട്, ആ പ്രചാരണം നടത്തുന്നുണ്ട്. അതെ. അത് ഇപ്പം ഇതിനെയൊക്കെ ന്യായീകരിച്ച് രംഗത്ത് വരുന്ന ഒരു ഏറ്റവും പ്രധാനമായി കൊണ്ടുവരുന്ന കാര്യം ഈ ഒക്ടോബർ 7 എന്ന് പറഞ്ഞ ഡേറ്റാ. അത് പൊട്ടത്തരമാണ്. അത് നമുക്കതിനെ അങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാ. അതിൻ്റെ യാഥാർത്ഥ്യം ഇതൊക്കെയാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവരിങ്ങനെയൊക്കെ പ്രചരണം നടത്താൻ ശ്രമിച്ചാലും അതൊക്കെ പൊട്ടി പാളീസായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ അങ്ങനെ കാണാൻ വേണ്ടി അങ്ങനെ കണ്ടാൽ മതി. യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലുണ്ട്, ചരിത്ര രേഖകളിലുണ്ട്. സ്വാതി, വീണ്ടും വിവാഹ ക്ഷണക്കത്തിലേക്ക് വന്നാൽ, ഇത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പല ആളുകൾക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അത് പ്രിന്റഡ് കോപ്പി ഇറങ്ങിയിട്ടില്ല, ഡിജിറ്റൽ കോപ്പി മാത്രമേ ഉള്ളൂ. അതൊക്കെ കാണുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൈരളി പുറത്തുവിട്ട് അതും എല്ലാം കൂടി വെച്ചിട്ട് വളരെ സന്തോഷമാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ ഇടത് അനുഭാവികളൊക്കെ ഈ വിഷയം ഇതിനെ കാര്യമായി പ്രചരിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള വിഷയം. അപ്പം ഭയങ്കര പിന്തുണ എല്ലാ കൂട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവരൊക്കെ നിരന്തരമായി അത് ഷെയർ ചെയ്യും, നമുക്ക് മെസ്സേജ് അയക്കും. കത്ത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു, കല്യാണ ആശംസകൾക്ക് മുന്നേ വരുന്ന ഡയലോഗ് അത് എനിക്ക് കത്ത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം, അവരിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതും എല്ലാം അംഗീകരിക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെയും ഇതേ അഭിപ്രായമാണ്, അവർക്കും പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവരും പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ പിന്തുണ ഈ സുഹൃത്ത് വലയത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ ആ രീതി നമ്മളോട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്ത്, കഴിഞ്ഞ ദിവസം ഇത് കണ്ടിട്ട് വിളിച്ച് കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ ആക്രമണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ കല്യാണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൗനം പാലിക്കുന്നില്ല എന്നുള്ളതാ ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാതി തന്നെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോൾ ഭയങ്കര ഒരു അഭിമാനം തോന്നി. അപ്പൊ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ സംസാരത്തിലേക്ക്. ആരെങ്കിലും ഹമാസ് കുഞ്ഞിന്റെ കല്യാണക്കത്ത് അങ്ങനെ എന്തെങ്കിലും അധിക്ഷേപിച്ചോ ആരെങ്കിലും? ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ആളുകൾക്ക് കൃത്യമായിട്ട് ഈ ഒരു നിലപാടുണ്ടാവും. അതെ, നമുക്ക് ചുറ്റും നിൽക്കുന്നവരെല്ലാം ഈ നിലപാടുള്ളവരാണെന്നുള്ളതാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമായി മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നമ്മുടെ കൈരളിയിലെ തന്നെ ചാനലിൽ എല്ലാവർക്കും ഇതാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുക മാത്രമാണ് ഉണ്ടായത്. നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ളവരും ഇതേ സന്തോഷം പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പം അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം എന്നുള്ളത്. എന്തായാലും സ്വാതി പങ്കുവെക്കുന്നത് വിവാഹമെന്നത് ഒരു സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം മാത്രമല്ല, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് കൂടി വ്യക്തമാക്കാനുള്ള ഒരു വേദി കൂടിയാണ് എന്നാണ് സ്വാതി ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അത് സ്വാതിയുടെ ജീവിതത്തിലെമ്പാടും ബാല്യകാലം മുതലേ സ്വാതിയുടെ ജീവിതത്തിലുണ്ട്. ബാലസംഘമൊക്കെ അതിന് വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രേരണ നൽകിയിട്ടുണ്ട്, ചിന്ത നൽകിയിട്ടുണ്ട്. എന്തായാലും സ്വാതിയുടെ വിവാഹം ഏറ്റവും മനോഹരമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.